ഇന്ന് സമകാലികത്തിൽ വളരെ വിശിഷ്ടരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. നമുക്കാദ്യം അവരെ വളരെ ഹൃദ്യമായിട്ട് സമകാലികത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കൊക്കെ അറിയാം, കേരള ചരിത്രത്തിൽ, നവോത്ഥാന ചരിത്രത്തിൽ, ഖിലാഫത്ത് ചരിത്രത്തിൽ, ദേശീയ സ്വാതന്ത്ര്യദിന ചരിത്രത്തിലൊക്കെ എണ്ണപ്പെട്ട അല്ലെങ്കിൽ ഏറെ പ്രശസ്തനായ, ഏറെ വ്യക്തിപ്രഭാവം തൻ്റെ ജീവിതം കൊണ്ട് ഈ നാടിനെ അറിയിച്ചിട്ടുള്ള മഹാനായ വ്യക്തി KM മൗലവി അവരുടെ പേരമക്കളാണ് ഇന്നത്തെ സവിശേഷത്തിൽ നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് അവരിൽ നിന്ന് അറിയാനുണ്ട്. ഒരിക്കൽ കൂടി സമകാലിക പരിപാടിയിലേക്ക് അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് ദാവൂദ് PSMO കോളേജിൽ റിട്ടയർഡ് അധ്യാപകൻ, അതുപോലെ തന്നെ ജരീദത്തു ഷർക്ക് പത്രത്തിൻ്റെ പത്രപ്രവർത്തകനായിരുന്ന അയ്യൂബ് അബ്ദുള്ള എന്നീ രണ്ട് KM മൗലവിയുടെ പേരമക്കളാണ് നമ്മുടെ കൂടെയുള്ളത്. സാറേ, നമുക്ക് ആദ്യം ഒന്നിങ്ങനെ സ്വന്തം ഒന്ന് പരിചയപ്പെടുത്തിയിട്ടൊന്ന് തുടങ്ങാൻ തോന്നുന്നുണ്ട്. ദാവൂദ് സാറിനോട് ആദ്യം ഒന്ന് തുടങ്ങാം. KM മൗലവിയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലുള്ള നമുക്കെന്താ പറയുക, അത്രയും വാക്കുകൾ മതിയാവാതെ വരുന്ന ഒരു വലിയ ചരിത്രം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും അർഹമായിട്ടുള്ള വ്യക്തി എന്ന അർത്ഥത്തിൽ തന്നെ താങ്കൾക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഞങ്ങൾ KM മൗലവിയുടെ രണ്ടാമത്തെ മകൻ അബ്ദുള്ളയുടെ മക്കളാണ്. ഞങ്ങൾ രണ്ടാളും, ജ്യേഷ്ഠൻ അയ്യൂബ്, ഞാൻ ദാവൂദ്. ഞങ്ങൾ KM മൗലവിയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നത്. KM മൗലവിയുമായി അടുത്തുകൊണ്ട്. പക്ഷെ അധിക കാലം അങ്ങനെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എനിക്ക് 8 വയസ്സും ജ്യേഷ്ഠന് 11 വയസ്സും ആയപ്പോഴാണ് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുന്നത്. അതേസമയത്ത് ആ കാലഘട്ടത്തിൽ അവിടെ സന്ദർശിച്ചിരുന്ന പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുമായി അടുത്ത് ഇടപഴകാൻ, കുട്ടികൾ എന്ന നിലക്കാണെങ്കിൽ അവർ ഞങ്ങളെ താലോലിക്കുന്നതും അങ്ങനെയുള്ള ആ ജാതി അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത് ചെറുപ്പം. അതെ അതെ. പിന്നീട് ഞങ്ങൾ താമസം അവിടെ നിന്ന് മാറ്റിയെങ്കിലും ഞങ്ങൾ തിരൂരങ്ങാടിയിൽ നിന്ന് തിരൂർക്കാട്ടേക്ക് വന്നപ്പോൾ ഉമർ മൗലവിയുടെ അടുത്തായി. തൊട്ടടുത്ത് ഒരു 1 കിലോമീറ്ററോളം ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ഉമർ മൗലവിയുടെ സൽസബീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഏതായാലും ഈ KM മൗലവിയുടെ അതേ ആദർശത്തിൽ തന്നെ KM മൗലവിയുടെ അടുത്ത ശിഷ്യൻ, വളരെ അടുത്ത ശിഷ്യനായിരുന്നല്ലോ ഉമർ മൗലവി. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ KM മൗലവിയുടെ ആ വാദം അത് അതേപോലെ തുടർന്നു പോകുന്ന ആൾ ഉമർ മൗലവിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ തന്നെ അങ്ങനെ വളരെ അടുത്ത് പണ്ഡിതന്മാരുമായി അടുത്ത് തന്നെ ജീവിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഇസ്ലാമിൻ്റെ ആ സ്ഥിതിയിൽ തന്നെ ജീവിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമുക്ക് അയ്യൂബ് സാറിൻ്റെ അടുത്ത് ചോദിക്കാം. സാറേ, വല്ലിപ്പയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആ പഴയ ചിത്രം എന്തായിരിക്കും? വല്ലിപ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലിപ്പയുടെ ഫേസ് മാത്രമല്ല ഓർമ്മയിലുള്ളത്, കൂടെ അമാനി മൗലവി, ഉമർ മൗലവി, അതേപോലെ ബാഫയ്ക്ക് തങ്ങൾ, പിന്നെ CA മുഹമ്മദ് മൗലവി. CA പാപ്പ എന്നാണ് ഞങ്ങൾ പറയുക. അതായത് ചാലത്ത് ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. അവരൊക്കെ നിത്യം KC അബൂബക്കർ മൗലവി, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഫേസുകൾ നല്ല തെളിച്ചുള്ള ഓർമ്മകളായി അവശേഷിക്കുന്നത്. പക്ഷേ അവർ സംസാരിച്ചിരുന്ന ഗഹനമായ വിഷയങ്ങളെപ്പറ്റി അറിയാനുള്ള പ്രായം ഞങ്ങൾക്കായിട്ടില്ല. എനിക്ക് അന്ന് 11 വയസ്സായി. പക്ഷേ എങ്കിലും കുറേ കാര്യങ്ങൾ എപ്പോഴും വല്യാപ്പ ഉപദേശിച്ചു കൊണ്ടിരുന്നിരുന്നു. പല കാര്യങ്ങളെപ്പറ്റിയും ഉപദേശങ്ങളും മറ്റുണ്ടായിരുന്നു. അമാനി മൗലവിയുടെ സാന്നിധ്യം കുറേ കാലം ഒന്നിച്ചന്നെ ഉണ്ടായിരുന്നു. രാവിലെ വരും, എന്നിട്ട് ഒരു ഉച്ചയാകുന്നത് വരെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്യാപ്പൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും.
അപ്പോൾ വല്യാപ്പ ആ പ്രായത്തിലും ഏകദേശം ഒരു 80 വയസ്സോ അല്ലെങ്കിൽ 82 വയസ്സോ ഒക്കെ ഉള്ള ആ പ്രായത്തിലും നല്ല ഓർമ്മശക്തിയായിരുന്നു. അപ്പോൾ വല്യാപ്പ ഈ അമാനി മൗലവിയുടെ സംസാരം വരുമ്പോൾ ഉടൻ കിതാബിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇബ്നു തൈമിയ്യയുടെ ഒരു കിതാബാണെങ്കിൽ അതിൽ ഇത്രാമത്തെ പേജ്, ആ വിഷയം കൈകാര്യം ചെയ്യുന്ന പേജ് പറഞ്ഞു കൊടുക്കും, നമ്പർ, ഇത് ഇത്രാം നമ്പർ പേജിലാണ് അല്ലെങ്കിൽ ഇന്ന അധ്യായത്തിലാണ് അത് വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ പോയി വളരെ എടുത്തു നോക്കാനൊക്കെ വളരെ സൗകര്യമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു ഞാൻ. ഇങ്ങനെ സംസാരിക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു, വല്ലാതെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അതേപോലെ ഉമർ മൗലവി വന്നാൽ കൂടുതൽ ഈ വിഷയങ്ങളല്ലാതെ തന്നെ ഉമർ മൗലവി എല്ലാ വ്യക്തികളോടും കുട്ടികളോടും ഒക്കെ അങ്ങനെ പെരുമാറിയിരുന്നു, സ്നേഹപൂർവ്വം സംസാരിച്ചിരുന്നു. പിന്നെ അതേപോലെ അന്നുണ്ടായിരുന്ന മറ്റൊരാൾ EK മൗലവിയാണ്. EK മൗലവി. അപ്പോൾ എന്നെ മടിയിലിരുത്തിയിട്ട് മൂപ്പര് പറയും ഖത്തല ദാവൂദ് ജാലൂത്ത. ശരി. പിന്നെ പേരിട്ടിട്ട് ആയിരിക്കും, നിങ്ങൾക്ക് പേരിട്ടത് വലിയ പേരിക്കും ആയിരിക്കാൻ സാധ്യത ഉണ്ട്. കാരണം മുഹമ്മദ് അയ്യൂബ്, മുഹമ്മദ് ദാവൂദ് എന്നൊക്കെയാണ് അയാൾക്ക് പേരിട്ട്. എൻ്റെ അനുജൻ മുഹമ്മദ് ഹാറൂൻ, അവൻ്റെ അനുജൻ മുഹമ്മദ് അഹമ്മദ്. അല്ല, പക്ഷെ ആ പ്രായത്തിലൊന്നും വല്യാപ്പ ഉണ്ടായിരുന്നില്ല. അവരില്ല. പക്ഷെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ആ സമയത്തുള്ളൂ. ഞങ്ങൾ അന്ന് 4 മക്കളാണ്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും അന്ന് ജീവിച്ചിരുന്നത്. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ വല്യാപ്പ മരണത്തിലേക്ക് ഇങ്ങനെ നടന്നടുക്കുന്ന ആ മൊമെൻ്റ് ആണ് എൻ്റെ ചിത്രത്തിൽ, എൻ്റെ മനസ്സിലെ ചിത്രത്തിലുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അസർ ബാങ്ക് കൊടുത്തു. അപ്പോൾ അന്ന് ഞങ്ങളുടെ അമ്മാവൻ, അതായത് താനാളൂരാണ് എൻ്റെ ഉമ്മൻ്റെ നാട്. താനാളൂരിൽ ഉമ്മൻ്റെ ഉപ്പ ഈ വല്യാപ്പൻ്റെ വാപ്പാൻ്റെ ഉപ്പയുമായി ഒന്നിച്ച് കൊടുങ്ങല്ലൂർ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഒന്നിച്ചാണ് കൊടുങ്ങല്ലൂര് ഒളിച്ച് താമസിച്ചിരുന്നത്. ഉമ്മാന്റെ ഉപ്പ ഇത്ര വലിയ പ്രഗത്ഭനായ പ്രാസംഗികനൊന്നും അല്ല. മൂപ്പര് പിന്നെ അവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന ആളെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ വാപ്പ ഖാദിയായിരുന്നു. ഒരു സ്വാതന്ത്ര്യ സമര, ഇന്നത്തെ വിഷയം അതാണല്ലോ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയായിരുന്നു മൂപ്പര്. അന്ന് മൂപ്പര് എഴുതിയ ലഘുലേഖകൾ, പിന്നെ അവറാൻ മൊല്ല എന്നാണ് മൂപ്പരുടെ പേര്. ആ ലഘുലേഖകൾ കണ്ടെടുത്താണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അല്ല, അവറാൻ മൊല്ല എന്ന് പറഞ്ഞ ആളെ. അദ്ദേഹത്തിന്റെ മകനാണ് ഉമ്മാന്റെ ഉപ്പ. അപ്പോൾ പിന്നെ ഇവരുടെ ആങ്ങളയുടെ എളാപ്പൻ്റെ മകനാണ് ഞങ്ങളുടെ അമ്മാവനായിട്ട് വന്നത് ഉമ്മൻ്റെ. അന്ന് ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ വല്യപ്പ ഇങ്ങനെ ഒരു ഒതുടുത്ത് വന്ന് ബെഞ്ചിന്മേലിരുന്ന് മുണ്ട് ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അതേ സമയത്ത് വല്യപ്പൻ്റെ കൂടെ ഉണ്ട്. അസർ ബാങ്ക് കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കാന്ന്. അപ്പോൾ ഈ കയ്യും ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്ട്രോക്ക് വന്നത്. ഇങ്ങനെ വലത് ഭാഗം, ലെഫ്റ്റ് ഓർമ്മയിൽ അങ്ങനെ ഞാൻ ഇതിങ്ങനെ ചെരുപ്പ് ഊരാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല കാലിന്. അപ്പോൾ ആ കാല് ഇളകുന്നില്ല എന്നായിരിക്കും. അപ്പോൾ ഉടൻ ഞങ്ങളുടെ അമ്മാവൻ ഉമ്മാനെ വിളിച്ചു. അപ്പം ഉമ്മ ഓടി വന്നു. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. അപ്പോൾ വല്യാപ്പ പറയണത് അസർ നിസ്കരിക്കണം, നമ്മൾക്ക് അസർ നമസ്കരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുക ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും വല്യാപ്പാക്ക്. ഒരു പെട്ടെന്ന് ഞാൻ ഇപ്പം
വയ്യാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് നമസ്കരിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, ഗ്യാസ് നമസ്കരിക്കണം, വേറൊന്നും സംസാരിക്കണില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ, അതായത് ഉമ്മ, അമ്മാവൻ, എല്ലാവരും കൂടെ ഇതാക്കിയിട്ട് അപ്പോൾ ഒരാൾ എന്നോട് യതീംഖാനയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും. അപ്പോൾ അതിന് പറ്റിയ കുറേ കുട്ടികളുണ്ടാവും. ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ഇതുമറ്റ് ചെയ്യാൻ ആവശ്യമായി. അതിലൊരാൾ നമ്മളെ CP സലീം സാഹിബിൻ്റെ അമ്മോശൻ ആയിരുന്നു, ഖാദർ കുട്ടി എന്നായിരുന്നു പേര്. അപ്പോൾ അദ്ദേഹത്തെയാണ് അന്ന് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം വന്നു. അല്ല, ഉമ്മ എന്നോട് പറഞ്ഞു, നീ അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഉമ്മ എന്നോട് പറഞ്ഞു നീ ഖാദറുട്ടിനെ വിളിച്ചു വാ എന്ന് പറഞ്ഞു ഉമ്മ. അങ്ങനെ ഞാനാണ് പോയി യതീംഖാനയിൽ നിന്ന് ഖാദറുട്ടി സാഹിബിനെ വിളിച്ചത്. ഖാദറുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ സ്ഥിരം അവിടെ വന്ന് വല്യാപ്പാക്ക് വരുന്ന ലെറ്റേഴ്സ് വായിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് മറുപടി എഴുതി കൊടുക്കുക, അങ്ങനത്തെ ഒരു സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് അന്ന്. അദ്ദേഹം പഠിക്കണമുണ്ട് അവിടെ സ്ഥാപനത്തിൽ. അന്ന് മൂപ്പരായി ചെയ്തിരുന്നു ഖാദറുട്ടിയാക്ക. അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ തമ്മിൽ ആ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഖാദറുട്ടിയാക്ക ഉടൻ ഓടി വന്നു. അങ്ങനെ ബാവക്കാക്ക എന്നാണ് ഞങ്ങളെ അമ്മാവനെ. ബാവക്കാക്ക ഇമാമ് നിന്നു, ഒരു ഭാഗത്ത് ഖാദറുട്ടിയാക്കിയും മറ്റേ ഭാഗത്ത് ഞങ്ങളെ ഉമ്മയും നിന്ന് പിടിച്ചു, വല്യപ്പാൻ പിടിച്ചു നിസ്കരിക്കണേ. എന്നിട്ടാണ് അസ്ർ നമസ്കരിക്കണേ. ശരി. അപ്പോൾ ആ അസ്ർ നമസ്കാരം ബാവക്കാക്ക 4 റക്അത്ത് കഴിഞ്ഞപ്പം വല്യപ്പ 3 റക്അത്ത് ആയിട്ടുള്ളൂ. അത് പക്ഷേ അത്തഹിയ്യാത്തിലാണ്ട് എത്തി. ബാവക്കാക്ക സലാം വീട്ടിയപ്പം വല്യാപ്പയും സലാം വീട്ടി ഉണ്ട് അവസാനിച്ചു. എന്നിട്ട് നേരെ പിന്നെ കിടന്നു, കട്ടിലേക്ക് കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 9 ദിവസമേ പിന്നെ ജീവിച്ചിട്ടുള്ളൂ. അതെ, 9 അല്ല 15 എൻ്റെ ഓർമ്മ. ഏതായാലും മറ്റേ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി കാണാം. അന്ന് ഈ തിരുരങ്ങാടി പാറക്കടവ് പാലം ഇല്ല. പക്ഷേ ഇവർ തോണിയിലോ മറ്റോ അപ്പുറത്തേക്ക് എത്തിച്ചു. പിന്നെ ഈ കോരിയാട് വഴിയുള്ള നാഷണൽ ഹൈവേ ഒന്നുമില്ല. പക്ഷെ ആ കൊണ്ടുപോകുന്ന സമയമായപ്പോഴത്തേക്ക് മൂത്താപ്പൊക്കെ വന്നുല്ലേ. പിന്നെ നമ്മളെ ഇയാളെ ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ വരുത്തിയിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു ഹക്കീം മൗലവി ഉണ്ട്, അരീക്കോട്ടുകാരൻ. ഇവരൊരു മറ്റേ എന്താണ് പിന്നെ രജിസ്റ്റേർഡ് RMP മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു. അപ്പോൾ ഇവർ വന്നു. പിന്നെ ഡോക്ടർ CK രാമചന്ദ്രനെ കൊണ്ടുവന്നു. ഏതായാലും പിന്നെ പെട്ടെന്ന് കൊണ്ടുപോയി പിന്നെ മരിച്ചതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അത് 15 എൻ്റെ ഓർമ്മ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ലിയർ അല്ലാത്ത സംസാരമായിരുന്നു അപ്പോഴന്നെ ഉണ്ടായിരുന്നത്. നമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ക്ലിയർ അല്ലാത്തൊരു സംസാരം പിന്നെ അങ്ങനെ പറ്റേ ക്ലിയർ അല്ലാതായി, അങ്ങനെ പോയി. കോഴിക്കോട് അതാണ് ലാസ്റ്റ് മൊമെന്റ്. കോഴിക്കോട് നേതാശുപത്രിയിലാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഏതായിരുന്നാലും പിന്നെ ആ ഒരു ചരിത്രത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവരുടെ കൂടെ ആ ഓർമ്മകൾ നമ്മൾ പങ്കുവെച്ചു. ശേഷം പിന്നീട് നിങ്ങളുടെ വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ നാട്ടിൽ പിന്നെ സാറ് ഇങ്ങനെ ഗൾഫിലേക്ക് പിന്നെ പോയിട്ട് പിന്നെ ഗൾഫ് അതതിനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 2 കൊല്ലവും കൂടിയാണ് അവിടെ നിന്ന്. 64 മരിച്ചു, 66 വരെ അവിടെ നിന്നു. പിന്നെ ഇതിൻ്റെ ഭാഗം വെക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഭാഗം പിന്നെ ബാപ്പ പിന്നെ അമ്മായിക്കും ചെറിയ എളാപ്പാക്കും കൂടി വിറ്റു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് PSMO കോളേജിൻ്റെ നേരെ മുമ്പിലുള്ള യതീംഖാനൻ്റെ നേരെ മുമ്പിൽ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഒരു ചെറിയ സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങൾ 2 കൊല്ലം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരൂർക്കാട്ടേക്ക് പോയി. കെ മൗലവി ചരിത്രത്തിൽ തന്നെ എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലകത്ത് കുഞ്ഞമദാജിയായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട്. അതായത് വല്യാപ്പാൻ്റെ ഈ ജീവിത ആദർശങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ചാലകത്ത് കുഞ്ഞമദാജിൻ്റെ കൂടെ ആയപ്പോഴാണ്. ആദ്യം തന്നെ സത്യസന്ധതയും ഈ പഠനശേഷിയും ഒക്കെ, അതായത് പെട്ടെന്ന് ഈ ഇപ്പം അന്നത്തെ അൽഫിയ എന്നൊക്കെ പറഞ്ഞ കിതാബുകളൊക്കെ
പല കിതാബുകളും വല്യപ്പക്ക് കാണാപ്പാടായി. പിന്നെ എന്നാൽ ഇരുന്ന് കാണാപ്പാടം പഠിക്കുന്ന സ്വഭാവമല്ലാന്ന് തോന്നുന്നു. വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലുണ്ടാവും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാലാത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിൻ്റെ ഫത്വകൾ, പിന്നെ അതേപോലെ എഴുത്തുകൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വല്യാപ്പാനെയാണ് ഏൽപ്പിക്കുക. വേറെയും ആദ്യം അത് വിദ്യാർത്ഥി ആയിരുന്നു എന്നാ പറഞ്ഞത്. വിദ്യാർത്ഥികൾ വല്യാപ്പ വന്നപ്പോൾ വല്യാപ്പാന്റെ എഴുത്ത് വളരെ ഭംഗിയുള്ളതായിരുന്നുകൊണ്ട് അതുകൊണ്ട് കാത്തിബ് എന്നുള്ള പേര് അങ്ങനെയാണ് അങ്ങനെയാണ് കാത്തിബ് എന്ന് പറഞ്ഞത്. പിന്നെ അതല്ല മൂപ്പരുടെ ഈ ഓർമ്മശക്തി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ എഴുത്തുകാർക്ക് ആവശ്യമായി വരുമല്ലോ. ഫത്വ കൊടുക്കുക. അന്ന് ഒരു വലിയ പണ്ഡിതൻ എന്നുള്ള നിലക്ക്, അതായത് മക്കയിലൊക്കെ പോയി പഠിച്ച് മദ്രാസിലൊക്കെ പോയി വലിയ വിദ്യാഭ്യാസം നേടിയ പണ്ഡിതൻ എന്നുള്ള നിലക്ക് പിന്നെ കുഞ്ഞാമാജി വളരെ പ്രശസ്തനായിരുന്നു. അതുകൊണ്ട് ഫത്വകൾ കൊടുക്കാൻ ഇന്നത്തെ സൗകര്യമില്ലാത്ത കാലത്ത് അവിടെ വന്നിട്ടാണ് അത് നിർവഹിച്ചിരുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരന് ആവശ്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അടിയിൽ കാത്തിബ് എന്നുള്ള പേര് പ്രശസ്തമായി. അങ്ങനെയാണ് കാത്തിബ്. ശരിക്കും തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. മുസ്ലിയാറിനായിരുന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ കുറ്റവാളികളെ എഴുതിയ ഇതിൽ ലിസ്റ്റിൽ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാണ്. അങ്ങനെ പോകുന്ന പിന്നെ അവിടെ നിന്ന് ലഹളണ്ടായി പോകുന്ന സമയത്ത് ആരോ ഉപദേശിച്ചാണ് ഈ പേരിൽ പോയാൽ പ്രശ്നമാവുന്നു. അങ്ങനെയാണ് KM മൗലയും ആരോ അലിയനല്ലേ, പിന്നെ MCC അബ്ദുറഹ്മാൻ മൗലവി. MCCകൾ 3 ആളുണ്ട്. അത് അവരുടെ പെങ്ങളെയാണ് KM മൗലവി കല്യാണം കഴിച്ചത്, അതായത് കുഞ്ഞഹമാജിൻ്റെ മകളെ. അപ്പോൾ അവരൊക്കെ പിന്നെ കുറച്ചുകൂടി നല്ല പിന്നെ ഈ തന്ത്രങ്ങൾ ഉള്ള ആൾക്കാരാണ്. അതേസമയത്ത് KM മൗലവി വളരെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കയറി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോകുമ്പം ഒരു തോണിയിൽ കയറി അങ്ങനെ പോവാണ്. അപ്പോൾ പോലീസുകാർ വഴിയിൽ നിന്ന് കണ്ടു. ആ പോലീസുകാർ പിന്നെ ഇതാണ് തയ്യിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. പക്ഷെ അവർ ചോദിച്ചു എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്, അത് മനസ്സിലായിരുന്നോ? അല്ല, മനസ്സിലാതെ അവർ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ തോണിക്കാരൻ പറഞ്ഞു ഞങ്ങൾ പാടൂരിലേക്കാണ്. അപ്പോൾ വല്യാപ്പ ചോദിച്ചു നമ്മൾ പാടൂരിലേക്കല്ലല്ലോ പോകുന്നത്, പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അത് അങ്ങനെ പറയാൻ നമ്മൾ കുടുങ്ങിപ്പോകും, കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അപ്പം പിടിക്കൂലേ. അപ്പോൾ എന്നാൽ ശരി പാടൂരിലേക്ക് തന്നെ പോട്ടെ, ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നുള്ളത് കരിഞ്ചന്ത അന്ന് വളരെ വ്യാപകമായിരുന്നു. റേഷൻ കടയിൽ നിന്നുള്ള സാധനം മറിച്ച് വിറ്റിട്ട് അത് പുറത്ത് കിട്ടും. ആ പുറത്തുനിന്നുള്ളത് നമ്മൾക്ക് കരിഞ്ചന്ത വില കൊടുത്ത് വാങ്ങാം, പക്ഷെ അത് വാങ്ങൂല. അല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അത് അല്ലെ റേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എടുത്ത് പല പുസ്തകങ്ങളിലും കാണാൻ പറ്റും. അല്ല, അപ്പോൾ പിന്നെ ഈ വിഷയം അവസാനിച്ചോ? അല്ല, അപ്പോൾ ഞാൻ പറയാൻ വിചാരിക്കണേ, അദ്ദേഹത്തിൻ്റെ ഈ ബോധം, അതായത് ഈ അന്യദേശക്കാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് നമ്മളെന്നും നമ്മൾ സ്വാതന്ത്ര്യം നമ്മളുടെ അത്യന്താപേക്ഷിതമായ ഒരു ദീനിയായിട്ടുള്ള അവകാശമാണ് എന്ന് നല്ല ബോധമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മലബാർ ഏരിയയിലും കോഴിക്കോട് ആ ഭാഗത്തും വടക്കേ മലബാർ തെക്കേ മലബാർ ഈ വള്ളുവനാട്, നമ്മൾ ഈ പെരിന്തൽമണ്ണ ഏരിയ അല്ലേ വള്ളുവനാട്, പിന്നെ അരീക്കോട് ആ ഭാഗം ഏറനാട്, പിന്നെ തിരൂര് പൊന്നാനി, ഇതൊക്കെ താലൂക്കുകൾ, പിന്നെ കോഴിക്കോട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ നടന്ന് ഈ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയായിരുന്നു, അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി. അതെ. അപ്പോൾ അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ടുള്ള ആ ഒരു ആത്മാർത്ഥമായ ആ ചിന്തയാണ്, അതായത് നാട് സ്വതന്ത്രമാവണം. പക്ഷെ അത് ഗാന്ധിജിയുടെ ഒരു തത്വമായിരുന്നു ഉണ്ടായിരുന്നത്. അതെ അതെ, ഗാന്ധിജിയോട് അന്ന് ആ നിസ്സഹകരണ പ്രസ്ഥാനവും പിന്നെ അതേപോലെ ഈ എന്താണ് അഹിംസാവാദവും അത് വല്യാപ്പാക്ക് നല്ല ബോധിച്ച ഒരിതായിട്ടാണ് പ്രവർത്തനം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈരോടൊരു സമ്മേളനം നടന്നു. നടന്നു. ആ ഈരോട് സമ്മേളനത്തിൽ ഇപ്പോൾ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി,
അതുപോലെ മൗലാന അബുൽ കലാം ആസാദ്, അതുപോലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ വന്ന ആ വലിയ സമ്മേളനത്തിലേക്ക് ഇവിടെ നിന്നുള്ള ഒരു പ്രതിനിധിയായിരുന്നു കേമലി. അതെ, കേമലി അവരുമായിട്ട് ബന്ധപ്പെടാനും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളി എന്നുള്ള നിലക്ക് എല്ലാ സമ്മേളനങ്ങളും അറ്റൻഡ് ചെയ്യാനും ജനങ്ങളെ ബോധവാന്മാരാക്കാനും അന്ന് പിന്നെ കാര്യമായ ഒരു പണിയും കൂടി പലരും ഇപ്പം മൊയ്തു മൗലവി ഇല്ലേ, ഈ മൊയ്തു മൗലവി, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാം. കെ മൗലവി കാര്യമായി പ്രസംഗിക്കുന്ന ഒരു വിഷയം ഹിന്ദു മുസ്ലിം മൈത്രിയാണ്. മൈത്രി അതിനുവേണ്ടി വളരെ ഘോരമായിട്ട് വല്യാപ്പാൻ്റെതല്ല ഒരു നല്ല ഇതുള്ള കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമായിരുന്നു എന്നാണ്. അല്ലേ? പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ ഒന്ന് കെ പി കേശവമേനോന്, ഒന്ന് കെ മാധവൻ നായർ, പിന്നെയും മറ്റു പലരും ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല, പക്ഷേ പലരുമായിരുന്നു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്യാമ്പോലുവിനെ എങ്ങനെ ചേർത്ത് പറയാൻ പറ്റും? അല്ല, അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ അന്നിപ്പോൾ നമ്മൾക്കറിയാലോ, ഈ തുർക്കി ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിക്കുമ്പോഴാണ്, തുർക്കിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അന്ന് മുസ്ലിം ഭരണം എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ അതിനെ പിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഈ ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ ഖിലാഫത്ത് എന്ന് പറഞ്ഞ ആശയം വരുന്നതും പിന്നെ അതിൻ്റെ പേരിലും കൂടി. അപ്പോൾ ആ ഖിലാഫത്ത് വരാൻ പിന്നെ അതൊരു പ്രസ്ഥാനമായി വളർത്താൻ ഒരു പക്ഷേ ഈ മുസ്ലിംകളെ ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി ഉണ്ടാവും. അങ്ങനെ ഖിലാഫത്ത് വന്നപ്പോൾ അതിൻ്റെയും അപ്പോൾ അന്നത്തെ പല നമ്മൾ സമ്മേളനങ്ങളെ പറ്റി പറയുമ്പോഴൊക്കെ കോൺഗ്രസ് ഖിലാഫത്ത് സമ്മേളനം എന്നാണ്. അത് രണ്ടും ഒന്നായി. പിന്നെ നമ്മളെ കേരളത്തിൽ അത് രണ്ടും ഒന്നായിട്ട് പിന്നെ കോൺഗ്രസ് ഖിലാഫത്ത് പിന്നെ സമ്മേളനങ്ങളാണ് പിന്നെ നടക്കുന്നത്. പക്ഷേ ഖിലാഫത്തിൽ പ്രസ്ഥാനത്തിൽ പലരുടെയും ഈ പറഞ്ഞ പോലെ നയങ്ങൾ ചിലതിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ കെ മൗലവിക്ക് ആ ഗാന്ധിജിയുടെ ആ ഒരു പോളിസിയിൽ തന്നെ ആയിരിക്കും പങ്കെടുത്തത്. അതായത് വിദേശ വസ്ത്ര പിന്നെ ബഹിഷ്കരണം അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ഒരു പിന്നെ ലഹള നടത്തുക. അപ്പം നമ്മൾ ലഹള എന്നാണല്ലോ ഇപ്പം ഈ മലബാർ കലാപത്തിനെ പറ്റി പറയാം. യഥാർത്ഥത്തിൽ അതൊരു സ്വാതന്ത്ര്യ സമരമാണ്. അതെ, കാരണം അവിടെ അവർക്ക് ഈ സമരം നടത്തിയവർക്ക് ആകെ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കുക എന്നുള്ളതല്ലാത്ത വേറൊരു ഉദ്ദേശവും ഇല്ല. പക്ഷെ അതിന് അവർ തന്നെ പേരിട്ടതായിരിക്കും ലഹള എന്ന്, ബ്രിട്ടീഷുകാരെ. അപ്പോൾ പിന്നെ അത് ആ രൂപത്തിലല്ല സമരം നടത്തേണ്ടത് എന്നുള്ള വാദക്കാരനായിരുന്നു കെ മൗലവി. കെ മൗലവി എന്നല്ല, ഇപ്പോൾ ഈ പി കേശവമേനോൻ, കെ മാധവൻ നായരും അതുപോലുള്ള കോൺഗ്രസിൻ്റെ ആൾക്കാർ മുഴുവനും അങ്ങനെയല്ല സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടത് എന്നുള്ള വാദക്കാരാണ്. അത് വളരെ സമാധാനപരമായി നമ്മൾ സത്യാഗ്രഹങ്ങളിരിക്കുക, അല്ലെങ്കിൽ പിന്നെ സമരങ്ങൾ ഒരു ഉപദ്രവം ചെയ്യാത്ത സമരങ്ങൾ നടക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ തന്നെ രണ്ട് നയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒന്ന് തീവ്രമായ ഒരു രൂപം, മറ്റൊന്ന് ഗാന്ധിജിയുടെ അഹിംസാ രൂപം. സുഭാഷ് ചന്ദ്രബോസിനെ ഒക്കെ ഗാന്ധിജിയെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയം എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ പിന്നെ പോരാടണം എന്നുള്ള ആശയമായിരുന്നു. അതേപോലെ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലേക്കല്ലേ പോവാം. അത് ബദറും മൊഹദും ഒക്കെയാണ് മുസ്ലിങ്ങളെ മനസ്സിലുള്ളത്. അങ്ങനെയാണ് ഇവരോട്. അപ്പം പിന്നെ ആലി മുസ്ലിയാരുമായി കെ മൗലവി ഇവർക്കൊരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. ഈ അവിടെ ഇവര് വലിയ പള്ളി എന്നാണ് ഞങ്ങൾ പറയാം, ആ മമ്പുറത്തല്ല, മമ്പുറത്തിന്റെ പുറത്തുള്ള ആ പള്ളിയിൽ വെടിവെച്ചപ്പോൾ പിന്നെ ആൾക്കാർ ഹാലിളകി വരികയാണ്. ആ വരുമ്പോൾ ആലി മുസ്ലിയാരാണ് അതിന് നേതൃത്വം നൽകണത്. അപ്പോൾ കെ മൗലവി പറഞ്ഞു, ഇങ്ങനെയല്ല, ഇത് ആത്മഹത്യാപരമാണ്, ഇങ്ങനെയല്ല സമരം നടത്തേണ്ടത്, നമ്മൾക്ക് സമാധാനപരമായ മാർഗമാണ് നമ്മൾ പിന്നെ അംഗീകരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആലി മുസ്ലിയാർ ചോദിച്ചത്രേ, അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരും മറുപടി പറയുന്നു, അതിന് ഈ തയ്യിൽ മുഹമ്മദ് കുട്ടി ഉത്തരം പറയുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ചരിത്രത്തിലുണ്ട്. എനിക്കൊന്ന് അന്ന് ലഘുലേഖ വരെ കെ മൗലവി എഴുതി കൊടുത്തിക്കണമെന്ന്. ഇങ്ങനെ ആത്മഹത്യാപരമാണ് എന്നുള്ളത്. ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞാൽ ഇവരടുത്ത് പിന്നെ ബ്രിട്ടീഷുകാരുടെ അടുത്ത് തോക്കും, മറ്റവരുടെ അടുത്ത് കോലും കുന്തും, പിന്നെ അതേപോലെ പോയാലും വാള്, അതൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറായവരല്ലല്ലോ.
ഇത് ഈ ഒരു ഹാലിൽ കണ്ട് വരികയല്ലേ, മറ്റേത് അങ്ങനെയല്ലല്ലോ. അല്ല, പിന്നെ പട്ടാളത്തിൻ്റെ നിയമങ്ങൾ ഒരു ഗ്രാമത്തിൽ, ഒരു യുദ്ധമൊന്നും അറിയാത്ത ഒരു ഗ്രാമത്തിൽ അവർ വർക്ക് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ തിക്തഫലം എന്നുള്ളത് കൊടുക്കുന്നതിന് സമാനമായിട്ടുള്ള ചിന്തയായിരുന്നു. എന്താണ് ഒരു മലബാറിൽ ഒരു വീട്ടിൽ പോലും ആണുങ്ങളെ കാണാനില്ല. കാരണം കണ്ടാൽ പിടിച്ചുകൊണ്ടേ കൊല്ലുവാണ് ഇവർ. അവിടുന്ന് തന്നെ ഇപ്പം മങ്കടമൊക്കെ സംഭവിച്ച് 12 വയസ്സുള്ള കുട്ടീനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ദൂരെ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ വെടിവെച്ച് കൊന്നു. നോക്കുമ്പോൾ ഒരു 12 വയസ്സുള്ള ചെറിയ കുട്ടി. അപ്പോൾ അതേപോലെ ഒരു വീട്ടിലും ഒരാണുങ്ങളും ഇല്ലാത്ത വീടുകളിൽ നിന്ന് എന്തായിരിക്കും ആ സ്ത്രീകളുടെ സ്ഥിതി? അപ്പോൾ പിന്നെ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല, നമ്മളത് പറയലുമില്ല. കാരണം നമ്മൾക്ക് പിന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകളെ ഇവരെന്ത് ചെയ്തു എന്നുള്ളത്. പട്ടാളക്കാരാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ എനിക്ക് ആ ആയത്ത് ഓർമ്മയില്ല, സഭയിലെ രാജ്ഞിക്ക് പിന്നെ സുലൈമാൻ നബി ആളെ പറഞ്ഞയച്ചു, വിവരം അറിയിച്ചു. അപ്പോൾ രാജ്ഞി ഒരു മന്ത്രിമാരെയൊക്കെ കൂടി യോഗം ചേർന്ന് എന്നിട്ട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ്, അവരെ മന്ത്രിമാരും മറ്റാൾക്കാരും പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എതിരിടുക. അപ്പം സഭയിൽ രാജ്ഞി പറഞ്ഞ ഒരു വാചകമുണ്ട് ഈ ഖുർആനിലുണ്ട്. അതായത് ഒരു പട്ടാളം ഒരു രാജ്യത്ത് വന്നാൽ അത് പിന്നെ അവരാകെ അങ്ങോട്ട് കുട്ടിച്ചോറാക്കും എന്നുള്ളതാണ് അതിൻ്റെ ആശയം. ആയതെനിക്ക് ഓർമ്മയിട്ടില്ല. അപ്പോൾ അതാണ് ഉണ്ടാവുക. കാരണം പട്ടാളക്കാർക്ക് പിന്നെ അവർക്ക് അവരുടെ ആ ചോരത്തിളപ്പ് എങ്ങനെ പ്രകടിപ്പിക്കുക എന്നുള്ളതുള്ളൂ. വേറെ അവിടെ നീതിയും ന്യായം ഒന്നും ഉണ്ടാവില്ല. കെ മൗലവിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ തന്നെ തിരിച്ചു വരികയാണെങ്കിൽ കെ മൗലവിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഓർമ്മയിൽ ഒരു പ്രതീകം പോലെ അവശേഷിക്കുന്നതാണ് തിരുരങ്ങാടി എത്തിങ്ങാനയും തിരുരങ്ങാടി സ്ഥാപനവും. അതുമായി ചേർത്ത് ഏറ്റവും പ്രസക്തമായിട്ട് എന്തെങ്കിലും ചേർത്ത് വെക്കാൻ പറ്റിയ ചരിത്രങ്ങളും അല്ലെങ്കിൽ ഓർമ്മകളും? തിരൂരങ്ങാടി യതീംഖാന ആ ആശയം കെ മൗലവി MK ഹാജിക്കാണ് കൊടുത്തത്. MK ഹാജി ഈ ആശയങ്ങളെ പ്രാവർത്തികമാക്കുന്നതിൽ നല്ല കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. MK ഹാജി ആദ്യത്തെ മാനേജർ ഉമർ മൗലവിയായിരുന്നു. ഉമർ മൗലവിയും MK ഹാജിയും പിന്നെ അതേപോലെയുള്ള EK മൗലവി അവരൊക്കെ കൂടിയിട്ടാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ MK ഹാജി തന്നെ സ്വന്തം സ്ഥലം, സ്വന്തം വീട് ഒക്കെ ഇതിന് സംഭാവന ചെയ്യുകയും പിന്നെ യതീം കുട്ടികളെ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കോളറ ബാധിച്ചിട്ടും അതേപോലെ മറ്റ് അല്ല അന്ന് കോളറ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ നിന്ന് 3 4 മയ്യത്തുകൾ ഒന്നിച്ചിങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ കുട്ടികൾ അനാഥമായി. അപ്പോൾ കുറച്ച് മനസ്സലിവുള്ള ഒരു ഹിന്ദു സഹോദരൻ ഒരു യതീംഖാന അവിടെ സ്റ്റാർട്ട് ചെയ്തു, കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കുട്ടികളെ സംരക്ഷിക്കാൻ. അപ്പോഴാണ് മുസ്ലിംസിന് ഒരു ചിന്ത വരുന്നത്. കെ മൗലവി പറഞ്ഞു, ഇതല്ലല്ലോ നമ്മളെ കുട്ടികളെ നമ്മളല്ലേ സംരക്ഷിക്കണ്ടേ, അത് വേറുള്ള ആൾക്കാർക്കല്ലല്ലോ അതിൻ്റെ ഉത്തരവാദിത്തം, നമ്മളാണ് പടച്ചവനോട് ഉത്തരം പറയേണ്ടത്. അങ്ങനെയാണ് അവിടെ അത് സ്ഥാപിതമാകുന്നത്, തിരൂരങ്ങാടി യതീംഖാന തന്നെ. അതിന് അന്നത്തെ മുസ്ലിംകൾ തന്നെ അതിനെ എതിർത്തു. കാരണം അവരുടെ അടുത്ത് പൈസ ഒന്നുമില്ല, ആരടുത്തും ഒരു നയാ പൈസ പോലും ഇല്ല, ഇവർ തന്നെ പട്ടിണിയായിട്ടാണ് ജീവിക്കണത്. അപ്പം എങ്ങനെ ഈ യതീംഖാനയിൽ വരുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയും നമ്മളെ? അതാണ്ട് പഠിച്ചതിനുള്ള തൗഫീഖ് തരും എന്നൊരു വിശ്വാസത്തിൽ ഇത് തുടങ്ങിയപ്പോൾ ആൾക്കാരിൽ നിന്ന് സഹായം സ്വീകരിക്കാം എന്നുള്ള ഇതിൽ തന്നെയാണ്. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് കെ മൗലവിയും പിന്നെ MK ഹാജിയും പിന്നെ ഒരു മൗലവിയും കൂടിയുണ്ട്. ഇവരെല്ലാവരും കൂടി അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ധനികനോട് ഇങ്ങനെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് തുടങ്ങിയതെന്നൊക്കെ കുറച്ചൊരു കടുപ്പിച്ച് പറഞ്ഞു. അപ്പോൾ MK ഹാജിയാണ് അതിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞത്. MK ഹാജി പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിനെ കണ്ടു.
അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മറ്റാൾ പൈസ കൊടുത്തു. അപ്പോൾ ആ പരിപാടികൾ അതായത് ജനങ്ങളിലേക്കാണ്ട് ഇറങ്ങിയിട്ട് അതിന് ഒരു ഉളുപ്പ് വേണം, അതൊരു ചരിത്രത്തിന്റെ നിയോഗമാണ്, ഉളുപ്പില്ലായ്മ വേണം, നിയോഗമാണ്. ഈ പിരിവ് അല്ലാതെ ഒരു പിന്നെ കാരണം അത് ശ്രമിച്ചിരുന്നു ഇവർ. നിയോഗം എന്ന് പറയുമ്പോൾ JDT ഇസ്ലാം യത്തീംഖാന ഉണ്ടായിരുന്നു കോഴിക്കോട്. അത് നടത്തിയിരുന്ന വടക്കേ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പ്രവിശ്യയിലാന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മുതലാളിയായിരുന്നു നടത്തിയിരുന്നത്. ഒരു സൈറ്റ് പറ്റിയെന്ന് തോന്നുന്നു. അവരെ ഇത് നടത്താൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. പക്ഷെ അവർക്ക് സംഗതി വശാൽ അവർക്ക് വരാനോ അത് ഏറ്റെടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ അവർ പറഞ്ഞു ഇനി നമ്മൾ തന്നെ നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവരെന്തോ സഹായം ആദ്യം ചെയ്തിരുന്നു. വർഷത്തിൽ ഇത്ര എന്നോ മാസത്തിൽ ഇത്ര എന്നോ എന്തോ ഒരു സംഖ്യ അവർ തരാം, ബാക്കി നിങ്ങൾ പിരിച്ചുണ്ടാക്കണം. നമുക്കിനി പോവുകയാണെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ നമ്മുടെ സമയത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ കെ മൗലവിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യമാണ് ഐക്യസംഘ രൂപീകരണമൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ഐക്യസംഘ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഇവർ കൊടുങ്ങല്ലൂരിൽ പോയല്ലോ ഈ ഒളിച്ചു താമസിക്കാൻ. അപ്പം അന്ന് തന്നെ ഇവർ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ ചിലരൊക്കെ ഉണ്ട്, ഈ കെ മൗലവിയെ പോലുള്ള ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരവിടെ പോയി മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ അദ്ദേഹം, അതുപോലെ പിന്നെ ആരാണ് സീതി സാഹിബിൻ്റെ വാപ്പ സീതി മുഹമ്മദ് സാഹിബ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരവിടുത്തെ വലിയ ധനാഢ്യന്മാരുമാണ്. പിന്നെ വിദ്യാഭ്യാസമുണ്ട്, ഭൗതിക വിദ്യാഭ്യാസമുണ്ട്. ഇപ്പോൾ KM സീതി സാഹിബൊക്കെ പിന്നെ വക്കീലല്ലായിരുന്നു. ഇംഗ്ലീഷ് പേരെ കുട്ടികളുടെ ഫസൽ ഗഫൂർ. അതെ. അപ്പോൾ അവർ വിദ്യാഭ്യാസം അവിടെ ആ ഏരിയയിലൊക്കെ മുസ്ലിങ്ങൾക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്, മതവിദ്യാഭ്യാസം കുറവാണെങ്കിലും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പിന്നെ ഇവരുടെ ക്ലാസ്സുകൾ, അപ്പോൾ ഇവർ എപ്പോഴും ഈ ക്ലാസ്സുകളും ഉപദേശങ്ങളും നൽകലാണ് ഇവർക്കുള്ള പതിവ്. അതായത് വല്യാപ്പയാണെങ്കിലും ഈ കെ മൗലവിയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇവർക്ക് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരോട് നമ്മളെല്ലാ നാട്ടിലുള്ള പോലെ തന്നെ വലിയ ആൾക്കാർ തന്നെ പരസ്പരം സ്പർദ്ധ. മുസ്ലിങ്ങൾ തന്നെയാണ്, അപ്പോൾ രണ്ടാളും പള്ളി കമ്മിറ്റിൻ്റെ മെമ്പറായിരിക്കും, പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാത്ത രൂപത്തിലുള്ള ആ ജാതി സമൂഹത്തിൽ തന്നെ, നമ്മളെ മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു പിന്നെ പരിഹാരം കാണണം എന്നുള്ള നിലക്കൊക്കെ അവർ ചിന്തിച്ചു. അങ്ങനെ നിഷ്പക്ഷ സംഘം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു സംഘം ഉണ്ടായത്. അത് പിന്നെ ഐക്യസംഘമായി മാറി. പക്ഷേ ആ ഐക്യസംഘം എന്നുള്ളത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിൽ നിന്ന് പുറത്ത് അതും ചെയ്യാം, അതിനേക്കാൾ കുറച്ചുകൂടി വൈഡായിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ. അപ്പോൾ അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾ, അവർക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസമാണെന്ന് ആദ്യം തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ അത് ഈ സമൂഹത്തെ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചിട്ട് സമൂഹത്തെ ഒന്ന് ശുദ്ധീകരിക്കണം എന്നുള്ള ഇത് വന്നു. അപ്പോൾ അങ്ങനെ ഐക്യസംഘം പ്രവർത്തിക്കാൻ തുടങ്ങി. അത് പ്രവർത്തിച്ചു. പിന്നെ അതിൻ്റെ സമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങി. ഓരോ വർഷം ഓരോ വാർഷിക സമ്മേളനങ്ങളായിട്ട് അതിൽ വലിയ പ്രഗത്ഭന്മാരായ ആൾക്കാർ വന്നിട്ടാണ്. അപ്പോൾ ബി പോക്കർ സാഹിബ് എന്ന് പറഞ്ഞ ആളെ, അവർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ അദ്ദേഹം ഈ ഐക്യസംഘത്തിൻ്റെ കൂട്ടത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അധ്യക്ഷനായിരുന്നു ഒരിക്കൽ. അന്ന് ഒരു പ്രഗത്ഭനായ വക്കീലുമാണ് പിന്നെ മദ്രാസ് ഹൈക്കോർട്ടിൽ. പിന്നീട് കേരള ജമിയത്തുൽ ഉലമ, ഈ ഐക്യസംഘം ഉണ്ടായതിൻ്റെ അടുത്ത് തന്നെ ജമിയത്തുൽ ഉലമ ഉണ്ടായിട്ടുണ്ട്. അത് ജമിയത്തുൽ ഉലമ ഉണ്ടാകാൻ കാരണം പണ്ഡിതന്മാരുടെ ഒരു സംഘം തന്നെ ഇതിന് നേതൃത്വം നൽകണം. ഈ മത പിന്നെ പ്രവർത്തനത്തിന് നൽകണം എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് എല്ലാവരും പരസ്പരം പങ്കുവെച്ചിട്ട് അങ്ങനെ ഐക്യസംഘം തുടങ്ങി. 22 തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഐക്യസംഘം ഏകദേശം 12 സമ്മേളനങ്ങൾ നടത്തിയിട്ടില്ലേ? ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അല്ലല്ല, മറ്റേതുണ്ട് അവിടെ. ശരി. ഈ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് 24 രജിസ്റ്റർ ചെയ്തു. അത് പിന്നെ കുറച്ചു കാലം കൂടിയൊക്കെ ഇങ്ങനെ പിന്നെ പാരലായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇത് തമ്മിൽ യോജിപ്പാണുള്ളത്, വിയോജിപ്പില്ല. അപ്പോൾ ഐക്യസംഘത്തിൻ്റെത് ആകുമ്പോൾ കുറച്ചുകൂടി വൈഡാണ്. ഈ മതപണ്ഡിതന്മാരല്ലാത്ത ആൾക്കാരും അതിൽ വരാലോ. അപ്പോൾ അങ്ങനെ 12 കൊല്ലം നടന്നു ഐക്യസംഘം. അതിനുശേഷം പിന്നെ
പിന്നെ ഐക്യസംഘം വേണ്ട, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള ഇപ്പോൾ 24 തുടങ്ങി 12 ഒരു 36 ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഐക്യസംഘം അതോടുകൂടി നിർത്തിവെച്ചു. പിന്നെ ഈ പ്രവർത്തനം തന്നെയാണ് മറ്റവരും നടത്തുന്നത്, മതപരമായ. നമ്മളിപ്പം ആ മതപരം എന്നുള്ള പ്രവർത്തനത്തിൽ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾ ദൂരീകരിക്കൽ വരുമല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോഴാണ് പിന്നെ അത് ശക്തിപ്പെടുന്നത്. പിന്നെ KJU അതും ഇതുപോലെ തന്നെ ഒരു നിയോഗം പോലെ കടന്നു വന്നതായിരുന്നു. വലിയൊരു പരിഷ്കരണങ്ങൾ സമൂഹത്തിനടുത്തിലുണ്ടായി. പിന്നീടാണ് KJUവിന്റെ KNM ഉണ്ടാകുന്നത് 50-ലാണ്. 50-ലാകുമ്പോൾ ഈ KJUവിൽ പണ്ഡിതന്മാർ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് MK ഹാജിയെ പോലുള്ള, MK ഹാജി എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം കുറവാണ്. പിന്നെ പക്ഷേ മൂപ്പര് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള ഒരു ശക്തിയുള്ള ഒരാളാണ്. അവിടെ തിരൂരങ്ങാടിയിൽ മൂപ്പര് കുറച്ചൊരു ശക്തൻ തന്നെയായിരുന്നു. നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ ഖത്താബ് എന്നൊക്കെ പറയണമാതിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അപ്പം പിന്നെ MK ഹാജി ഇടപെട്ടാണ്ട് ശരിയാക്കുന്ന രൂപത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു. ഞാൻ ആലോചിക്കലുണ്ട്, ചിലപ്പോൾ പണ്ഡിതന്മാർ ഈ ഉപദേശങ്ങൾ കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കാൻ കൂടെ പണ്ഡിതനല്ലാത്ത പലരെയും ഉപയോഗിക്കാം നമുക്ക്. അതെ അതെ അങ്ങനെ തന്നെ. അന്നിപ്പോൾ ആ പ്രശ്നങ്ങൾ പലപ്പോഴും പിന്നെ കേമോലിയും നടക്കുമ്പോൾ പിന്നെ പലതും ചീത്ത പറഞ്ഞും കല്ലെറിഞ്ഞും ഒക്കെ ഓടിച്ചിരുന്ന ആളാണ് ഈ MK ഹാജി. പിന്നെ മൂപ്പര് പിന്നെ കുറച്ചൊരു ഈ ഉൽപ്പതിഷ്ണു ചിന്ത ഉള്ള ആൾ തന്നെയാണ്. അങ്ങനെ മദ്രസ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുള്ള യോഗങ്ങളൊക്കെ വരുമ്പം പിന്നെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുമ്പം അവരുടെ ഒരു നേതാവ് തന്നെ അധ്യക്ഷം വഹിക്കുന്നു. ആ സമയത്ത് കേമോലി ഇങ്ങനെ അസംസ്കരിക്കാനെത്തി. അപ്പം ഈ ഇരിക്കുന്ന പണ്ഡിതൻ കേമോലിയെ ബഹുമാനിക്കുകയാണ്. അപ്പോഴാണ് MK ഹാജിക്ക് കേമോലിയും വലിയ ആളാണ് എന്നുള്ളത് തോന്നുന്നത്. അന്ന് മുതൽ പിന്നെ കേമോലിയുമായി അടുത്ത് അങ്ങനെ പിന്നെ ആ ആദർശം സ്വീകരിച്ച് പിന്നെ കേമോലി പറയുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ MK ഹാജി മുന്നിലുണ്ട്. അങ്ങനെയാണ് പിന്നീട് ചരിത്രം അതിന്റെ ഒരു വലിയ ഒരു ഗതിമാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ആൾക്കാരും ഈ സമൂഹത്തിൽ വേണം. അതെ അതെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ സമയം, നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമ്മുടെ സമയം നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ആദ്യമായി കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു യൂണിറ്റ് ഇടുന്നത് തിരൂരങ്ങാടിയും പിന്നെ തലശ്ശേരി. അതിലിപ്പോൾ ഏറ്റവും ആദ്യം ചെയ്ത് KM മൗലവിയും ഉമർ മൗലവിയാണ്. ഉമർ മൗലവി സെക്രട്ടറിയും KM മൗലവി പ്രസിഡൻറ്റും ആയിട്ടാണ് ആദ്യമായിട്ട് ലീഗിൻ്റെ ഒരു യൂണിറ്റ് അവിടെ വരുന്നത്. കേരളത്തിലത്തെ കാര്യം പറഞ്ഞത് ആദ്യമായിട്ട് കേരളത്തിൽ രൂപം കൊള്ളുന്നത്. ലീഗിൻ്റെ ചരിത്രത്തിലും തുടക്കത്തിൽ നമുക്ക് ഓർക്കപ്പെടേണ്ട ഒരു പേരാണ് KM മൗലവി. മരിക്കുന്നത് വരെ ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു KM മൗലവി. ദേശീയ മരിക്കുന്നത് വരെ. ഇന്ന് അതിഥികളായി വന്നിട്ടുള്ള KM മൗലവിൻ്റെ 2 പേരമക്കൾ മുഹമ്മദ് ദാവൂദും അതുപോലെ തന്നെ മുഹമ്മദ് അയ്യൂബ് സാഹിബിനും പീസ് റേഡിയോ ഡെസ്കിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ.